കോഴിക്കോട് വരക്കൽ ബീച്ചിൽ പിതൃതർപ്പണത്തിന് എത്തുന്നവർ മധുരമുള്ള കാപ്പിയും കുടിച്ചാണ് മടങ്ങുന്നത്. ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിലാണ് ചുക്ക് കാപ്പി വിതരണം. 20 വർഷമായി ഇത് തുടരുകയാണ്. ദിസ്ന സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോഴിക്കോട് ജില്ലയിൽ ബലിതർപ്പണം, അതായത് ഏറ്റവും പ്രശസ്തമായ ഒരിടമാണ് വരക്കൽ ബലിതർപ്പണ ഭൂമി. ഈ വരക്കൽ ബലിതർപ്പണ ഭൂമിയിൽ ബലിയിടുവാൻ എത്തുന്ന ആളുകൾക്ക് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ചുക്ക് കാപ്പി വിതരണം നടത്തുന്നു. 20 വർഷത്തിലധികമായി ഹിന്ദു ഐക്യവേദി ഇത്തരമൊരു സത്കർമ്മം ചെയ്യുന്നത്. അതായത് ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തകരാണ് ഇവിടെ വരുന്ന ആളുകൾക്ക് ഇത്തരത്തിൽ ചുക്ക് കാപ്പി വിതരണം നടത്തുന്നത്. ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾ തുടങ്ങിയ അന്നു മുതൽ ഹിന്ദു ഐക്യവേദി ഇത്തരത്തിലൊരു സേവനം നടത്തുന്നുണ്ട്. ഹിന്ദു ഐക്യവേദി അന്ന് മുതൽ സേവനം നടത്തുന്നുണ്ട്. എത്ര വർഷമായിട്ടുണ്ടോ? 20 വർഷമായിട്ട് തുടങ്ങിയിട്ട്. വലിയ തിരക്കാണ് ഈ വർഷം അനുഭവപ്പെടുന്നത്. തീർച്ചയായിട്ടും വലിയ തിരക്കാണ് ഈ വർഷം അനുഭവപ്പെടുന്നത്. അത്തരത്തിൽ 20 വർഷത്തോളമായി ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ എത്തുന്ന, അതായത് ഈ ബലിതർപ്പണം നടത്താൻ എത്തുന്ന ആളുകൾക്ക് വേണ്ടി ചുക്ക് കാപ്പി വിതരണം ചെയ്യുന്നത്. നിരവധി ആളുകളാണ് ഇവിടെ എത്തുന്നതും അതോടൊപ്പം തന്നെ ഈ ചുക്ക് കാപ്പി കുടിക്കുന്നതും ഒക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായി കാണാം. 20 വർഷത്തോളമായി ഹിന്ദു ഐക്യവേദിയുടെ ഈ ഒരു പ്രവർത്തനം അല്ലേ? 20 വർഷത്തോളമായി നമ്മള് 2 പ്രാവശ്യം, കൊല്ലത്തിൽ 2 പ്രാവശ്യം കൊടുക്കലുണ്ട്. വാവുബലിക്ക്, കർക്കിടക ദീപാവലിക്ക് തുലാംവർഷ വാവിനും കൊടുക്കാറുണ്ട്. നമ്മൾ കർക്കിടവാവിനും 2 പ്രാവശ്യം നമ്മൾ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഈ ചുക്ക് കാപ്പി വിതരണമുണ്ട്. ഈ പ്രാവശ്യം വലിയ തിരക്ക് തന്നെയാണല്ലേ? നല്ല തിരക്കാണ്. ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ 20 വർഷത്തോളമായി ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു ചുക്ക് കാപ്പി വിതരണം നടത്തുന്നത്. ഇനിയും വരും വർഷങ്ങളിലും ഈ പ്രവൃത്തി തുടരുക, അതുതന്നെയാണ് ഈ ഹിന്ദു ഐക്യവേദിയുടെ ലക്ഷ്യമായി വരുന്നത്. അടുത്ത വർഷവും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ ചുക്ക് കാപ്പി വിതരണം നടത്തുക എന്ന് തന്നെയാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ ജനപങ്കാളിത്തമാണ് ഈ വരക്കൽ കടപ്പുറത്ത് ഈ ബലിതർപ്പണ ഭൂമിയിലുള്ളത്. എന്തായാലും ഈ സത്പ്രവൃത്തി 20 വർഷത്തോളമായി നടന്നു വരുന്നു. ക്യാമറമാൻ ശശികുമാർ പടന്നക്കാടിനോടൊപ്പം ദിസ്ന സുരേഷ്, ജനം.